ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് കഴിഞ്ഞ് എന്തായാലും ഗെയിമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്ന് നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഫ്രീ ആയിട്ട് 2025 കോയിനൊക്കെ കിട്ടുമെന്ന് പറയുന്നത് ഗൈസ്. അത് 50,000 യൂസേഴ്സിനെ കണ്ടാണ്. നമുക്കൊക്കെ കിട്ടുമല്ലോ എന്ന് അറിയില്ല ഗൈസ്. എന്തായാലും കയറി നോക്കാം. അപ്പോൾ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഗെയിമിലേക്ക് എന്തായാലും കയറിയിട്ടുണ്ട്. ഓക്കെ, മൺഡേ വന്ന പാക്ക് തന്നെ കിടപ്പുണ്ട് ഗൈസ്. എന്തേലും കിട്ടുമല്ലോ എന്ന് നോക്കാം. എന്തായാലും ഇല്ല ഗൈസ്, 2025 കോയിൻ പോയിട്ട് 20 കോയിൻ പോലും നമുക്ക് അവന്മാർ തന്നിട്ടില്ല. കുഴപ്പമില്ല, അങ്ങനെയൊക്കെ വരുള്ളൂ നമുക്കറിയാം ഗൈസ്. ഓക്കെ, നമുക്ക് പിന്നെ പുതിയൊരു ഇവൻറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നേരത്തെ ഒരു പറഞ്ഞാണ് ഗൈസ് ഈ ഇവൻറ്റ് വരുമെന്ന്. അപ്പോൾ അത് നമുക്ക് ഈ മെയിൻ്റനൻസിന് ശേഷമാണ് ഗൈസ് വന്നേക്കണം. അപ്പോൾ അതെന്തെങ്കിലും കളിച്ചൊക്കെ നോക്കണം. പിന്നെ ഒബ്ജക്റ്റിനകത്ത് എന്താ വേറെ ആഡ് ചെയ്തിട്ടുണ്ടല്ല, ഓപ്പൺ റൗണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഒബ്ജക്റ്റീവിൽ. പക്ഷേ കോയിൻസും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ഒരു ബൂസ്റ്റർ ഉണ്ട്, പിന്നെ GPയും ട്രെയിനിങ് പോയിൻറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളൂ. ഒബ്ജക്റ്റിനകത്ത് അത്രയൊക്കെ തന്നെയാണ് ഗൈസ് വന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വേറെ എന്തെങ്കിലുമൊക്കെ ഇനി വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. എന്തായാലും പുതിയ ഒരു ഇവൻ്റ് അവരെന്തായാലും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതെന്തായാലും സെറ്റാണ്. അതിന് കളിച്ചൊക്കെ നോക്കണം ഗൈസ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണം. അതിന് നമുക്ക് പാക്ക് നോക്കാം ഗൈസ്. പാക്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും പ്ലെയർ ഓഫ് ദി വീക്ക് ഉണ്ട്. പ്ലെയർ ഓഫ് ദി വീക്ക് നമ്മൾ ഈ വീക്കിൽ വന്നേക്കണതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോഡനുണ്ട് ഗൈസ്. ഫോഡനുണ്ട്, പിന്നെ അതുപോലെ തന്നെ റോഡ്രിഗോ, പിന്നെ ഡാർവിൻ നൂൺസും ഉണ്ട്. അപ്പോൾ റോഡ്രിഗോയും നൂൺസും ബൂസ്റ്റർ കാർഡ്സാണ്. പിന്നെ നമ്മുടെ ക്ലൈവട്ടിൻ്റെ ഒരു ബൂസ്റ്റർ കാർഡ് വന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്ലെയർ ഓഫ് ദി വീക്ക് പറയാനുള്ള. പ്ലെയർ ഓഫ് ദി വീക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേസ് ഉണ്ട്. പിന്നെ വേറെ പാക്കൊന്നും പറയാനില്ല ഗൈസ്. പിന്നെ ബാക്കിയുള്ള പാക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന പാക്കാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാക്കിനകത്ത് വന്നിട്ടുള്ളൂ ഗൈസ്. പിന്നെ ഇനി മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും നോക്കട്ടെ ഗൈസ്, മാച്ചിലേക്കൊക്കെ പോയി നോക്കാം. അപ്പോൾ ഈ ഓപ്പൺ കിക്ക് ഓഫ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ നേരത്തെ ആ ഇവൻറ്റ് അതും വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് AI മാച്ച് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കളിച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദി ഒരു ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഇവൻറ്റ് PvP കയറുവാണെങ്കിൽ ബ്രസീലിയൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഈ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഒരു 50 ക്ലബ് കോയിൻ എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ ബ്രസീലിൻ്റെ റീജിയൻ വെച്ച് കയറിയേക്കണോണ്ടാണ് എനിക്ക് ബ്രസീലിൻ്റെ ഇത് കാണിച്ചേക്കണേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേറെ ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അത്രയാണ് നമുക്കിന്ന് പറയാനുള്ളൂ. ഇവൻറ്റ്സിൻ്റെ കാര്യത്തിൽ അത്രയാണ് ഈ പറയാനുള്ളൂ. വേറെ ഇവൻറ്റ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും. അപ്പോൾ ഞാൻ എന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളും എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട് കേസ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് കറക്കി നോക്കാം. അപ്പോൾ നമുക്ക് ടാർഗറ്റ് പ്ലെയറിൻ്റെ പ്ലെയർ ഓഫ് ദി വീക്ക് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. കാരണം എനിക്കിപ്പോൾ കുറച്ച് വീക്കായിട്ട് എനിക്ക് അങ്ങനെ ടാർഗറ്റ് പ്ലേയേഴ്സിനൊന്നും കിട്ടുന്നില്ല. എല്ലാം അടി കിടക്കുന്ന പ്ലേയേഴ്സിനാണ് ഈ സൗമാരി എനിക്ക് തരുന്നത്. എനിക്ക് ഇതിനകത്ത് വേണമെന്ന് ആഗ്രഹമുള്ള പ്ലെയർ, എനിക്ക് മെയിനായിട്ടും വേണമെന്ന് ആഗ്രഹമുള്ളത് ഫോഡനാണ് ഗൈസ്. കാരണം എൻ്റെ കയ്യിൽ ഫോഡൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് എൻ്റെ കയ്യിൽ ഇല്ല ഗൈസ്. ഫോഡൻ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഈ റോഡ്രിഗോ ലെഫ്റ്റ് വിങ് ആണ്, പോളിഫിങ് വിങ്ങറാണ് ഇപ്പോൾ എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ കയ്യിൽ 2 റോഡ്രിഗോയുടെ 2 കാർഡുണ്ട് ഗൈസ്. പക്ഷേ 2 കാർഡും സെൻറ്റർ ഫോർവേഡാണ്. അപ്പോൾ എനിക്കൊരു പോളിഫിക് വിങ്ങർ കാർഡിനും കൂടി വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ റോഡ്രിഗോയും അതുപോലെ തന്നെ നമ്മുടെ ഫോഡനുമാണ് ഗീസ് എൻ്റെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല ഗീസ്. പിന്നെ നമ്മുടെ ക്ലൈവട്ട് ഹോൾ പ്ലെയറായിട്ടാണ് വന്നേക്കണത്. ക്ലൈവട്ടിനെയും നമുക്ക് ടാർഗറ്റ് വെച്ചേക്കാം. അപ്പോൾ ഇവർ 3 പേരാണ് ഗീസ് എൻ്റെ ടാർഗറ്റ്. ഡാർവിൻ നൂൺസിന് വേണമെന്ന് എനിക്കില്ല, കാരണം പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഒരു കാർഡ് ഉണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് വന്ന ഷോർട്ട് ടൈമിൽ നിന്ന് ഞാൻ എടുത്തായിരുന്നു ഗീസ്. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് കിട്ടുമല്ലോ നോക്കാം. നമ്മുടെ ടാർഗറ്റ് അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും സ്പിന്നെടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ആരെ കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ 2025 കോയിൻ കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എനിക്കെന്തായാലും 2025 കോയിൻ കിട്ടിയില്ല. നമുക്ക് തരില്ലടേ, നമുക്ക് തരില്ല, അത് വേറെ കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തായാലും സ്പിന്നെടുത്തിട്ടുണ്ട്. ഹെയർ വി ഗോ. ആരാന്ന് നോക്കാം. എന്തായാലും കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. ഉള്ളിൽ കളറുണ്ട് ഗൈസ്. ഉള്ളിൽ കളറുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ ടാർഗറ്റ് പ്ലെയർ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം ഗൈസ്. സാധാരണ അല്ല ഗൈസ്, റോഡ്രിഗോ അല്ല. എടാ ഇത് എന്ത് കഷ്ടമാണ് ഇത്. 51 നമ്പർ ഇതൊക്കെ ഏതാണ്? ജൂവൻറ്റസിൻ്റെ ഏതോ പ്ലെയറാണ് ഗൈസ്. എനിക്ക് വേണ്ട. എന്തിനാണ്? ലെഫ്റ്റ് മിഡാണ്. എനിക്ക് വേണ്ട ഗൈസ്, എനിക്ക് വേണ്ട. ഇത് ലാസ്റ്റ് എടുക്കുന്ന പ്ലെയർ എങ്ങാണ്ടാണ്. യെസ് ഗൈസ്, ഇത് ലാസ്റ്റ് എടുക്കുന്ന പ്ലെയറാണ്. കഴിഞ്ഞ കുറച്ച്
ആഴ്ചകളിൽ എനിക്ക് മേളിൽ കിടക്കുന്ന പ്ലേയേഴ്സിനൊക്കെ ഇവന്മാർ തന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ തേപ്പ് തുടങ്ങിയിട്ടുണ്ട് കേസ്. 2-3 ഇതായിട്ട് എനിക്കിപ്പോൾ പ്ലേയേഴ്സിനെ കിട്ടുന്നില്ല. ഓക്കെ കേസ്, ഇതിനകത്തൊരു ഫ്രീ സ്പിൻ ഉണ്ട്. അപ്പോൾ എനിക്കിതിനകത്ത് ക്യാൻറ്റേന വേണമെന്നുണ്ട്. ക്യാൻറ്റേന കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ക്യാൻറ്റ മതി കൊനാമി, പ്ലീസ് ഹൈലൈറ്റ് ഒന്നും എടുത്ത് തന്നേക്കരുത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് എന്തായാലും വട്ടത്തിൽ നമ്മൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെങ്കിലും നമുക്ക് നമ്മുടെ ടാർഗറ്റിനെ കിട്ടുമല്ലോ എന്നൊക്കെ എന്തായാലും നോക്കി നോക്കാം ഗൈസ്. എപ്പിക്ക് അടിക്കുമെന്ന് നോക്കി നോക്കാം. എർവിഗോ ക്യാൻറ്റേനെ എനിക്ക് വേണമെന്നുണ്ട്. ക്യാൻറ്റ വന്നം. ഓക്കെ, എന്തായാലും ഞാൻ ഫ്രീ സ്പിൻ എടുക്കുകയാണെങ്കിൽ ഹെർവിഗോ ഫ്രീ സ്പിൻ എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, ഇത് എപ്പിക്. മേളിൽ കളറുണ്ട് ഗൈസ്. എപ്പിക്കാണ്. അല്ല ഗൈസ്, ഇത് മറ്റു മഴവിൽ കളറല്ലല്ല. ഇതാരാണിത്? ഹൈലൈറ്റാണ്. എടാ ഇത് എന്ത് കഷ്ടാടത്. എടാ അൽവാരസിനെ എനിക്ക് വേണ്ടടാ, എനിക്ക് ക്യാൻറ്റേനെ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഗൈസ്. ഇത് എന്ത് കഷ്ടമാണ്, ഇത് എന്ത് തേപ്പാടാ ഇവന്മാർ തേക്കണേ ഗൈസ്. ഇതിനകത്തും എനിക്ക് തേപ്പാണ്. എന്ത് ചെയ്യാനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അൽവാരസിൻ്റെ കാർഡൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട് ഗൈസ്. വെറുതെ എന്തിനാണ് എനിക്ക് ചുമ്മാ മാറിക്കൊരു. എനിക്ക് ആ ക്യാൻറ്റേനെ മതിയായിരുന്നു. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ ഗൈസ്, ബൈ.